Hello my dear friends. ഞാനിന്ന് കാണിക്കുന്നത് ബീഫ് പെപ്പർ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. കുറച്ച് ഡ്രൈ ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇത്ര വലിപ്പമുള്ള ഓരോ പീസാക്കിയിട്ടാണ് ഞാൻ മുറിച്ചത്. ഈ പീസെല്ലാം നല്ല ഉപ്പിട്ട് തിരുമ്മി കഴുകി വെച്ചതാണ്, വെള്ളം വരാൻ വേണ്ടി ഈ കൊട്ടയിൽ ഇട്ട് വെച്ചതാണ്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത് ഈ പാത്രത്തിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയിലും കുക്ക് ചെയ്യാം. മൺചട്ടി കുക്ക് ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വിറകടുപ്പിൽ മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിരിക്കും. ഞാനിപ്പോൾ എനിക്കത് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പൊടികളൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. അതിന് ഡ്രൈ ഫ്രൈ ആയിട്ട് വെക്കണോണ്ട് നല്ല കായം രൂപത്തിലുള്ളതല്ല, കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയല്ല, കുറച്ച് എരിവുള്ള ടൈപ്പ് മുളക് പൊടി. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതാ സവാള ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. ഒരു ചെറിയ സവാളയാണ് എടുത്തത്. നിങ്ങൾ കുറച്ച് വലിയ സവാളൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം മതിയാകും. സവാള എടുക്കാൻ നിർബന്ധമില്ല, ചുവന്നുള്ളി കൂടുതൽ എടുത്താലും മതി. അല്ലെങ്കിൽ ഞാൻ ചുവന്നുള്ളി കുറച്ചെടുത്ത്, അതുകൊണ്ട് സവാള കൂടുതലെടുത്താണ്. ഇനി വെളുത്തുള്ളി ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 4-5 കഷ്ണം ഇഞ്ചി, ചുവന്നുള്ളി ഒരു 10 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി എടുക്കുക. പിന്നെ പച്ചമുളക് 4-5 എണ്ണം. ഓരോരുത്തർ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എൻ്റെ പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിന്. നല്ല പേസ്റ്റ് ആക്കിയതല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ചുവന്നുള്ളി ഞാനിങ്ങനെ അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുക ചെയ്യുന്നത് കേട്ടോ. പിന്നെ പെരിഞ്ജീരകം 1/2 ടീസ്പൂണോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പിന്നെ ഈ ചുവന്നുള്ളി ഇങ്ങനെ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴക്കണം, കൈയിട്ടിട്ട് നന്നായിട്ട് കുഴക്കുക. എന്നിട്ട് നമുക്ക് നന്നായി കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കുക. അപ്പം കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വരും. അടിച്ചിട്ട് നമുക്ക് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ കേട്ടോ വേവിക്കുന്നത്. ഇനി വേവിക്കുക ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നേരിയ തീയിലിട്ട് വേവിക്കുകയാണ്. ഇപ്പോൾ അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആവി അടിക്കുന്നതുകൊണ്ടാണ് ശരിക്കും കാണാൻ പറ്റാത്തത്. ഇപ്പോൾ അതാ വെള്ളമൊന്നുമില്ല. നല്ല വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഞാൻ വേവിച്ചപ്പോൾ കറക്റ്റ് വേവും നല്ല മസാല ഒക്കെ നല്ല പാകത്തിനുണ്ട്. ഉപ്പും ഒക്കെ ഞാൻ ടേസ്റ്റ് നോക്കി, ഒക്കെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് ഇതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താണ്ടാവുമെങ്കിൽ അത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി വേറൊരു പാനിലേക്ക് അടുപ്പത്ത് വെക്കുക. ആ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കാൻ നമ്മുടെ നാടൻ രീതിയിലായതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക. ചെറിയ തീര വെച്ചിട്ട് അതിങ്ങനെ വറുത്തെടുക്കുക. ചെറിയ തീര വെക്കണേ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും. ഇനി കറിവേപ്പില നമുക്ക് എത്ര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് തീ നന്നായിട്ട് കുറച്ചിട്ട് ഇനി നമുക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തീ കുറക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോവും, മൊത്തം ടേസ്റ്റ് മാറും. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം തീയിലേക്ക് തീ കുറച്ചും കൂടെ കൂട്ടുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അത് വറുത്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി, ആ കുരുമുളക് പൊടിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് ആ ഒരു പെപ്പർ റോസ്റ്റ് ആവുക. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് പൊടി ലാസ്റ്റ് കുറച്ചും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കുക. മസാല ഒക്കെ അതിൽ പിടിച്ച് നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. അവസാനമായിട്ട് കുറച്ചും കൂടി കറിവേപ്പില വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.